താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് മിത്രയൊന്ന് ഞെട്ടി. തന്റെ മുന്നിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി. തന്റെയല്ല. പിന്നെയോ? നോക്കുമ്പോൾ ശ്രീയുടെയാണ്. അപ്പോഴേക്കും ശ്രീ ആ ഫോണ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇല്ല, കുറച്ചേ ഉള്ളൂ. ഓ, ലൊക്കേഷൻ ഒന്നും വേണ്ട, എനിക്കറിയാം. ഫോൺ പെട്ടെന്ന് കട്ടായി. മിത്തു അവന്റെ മുഖത്തേക്ക് നോക്കി. മുഖം ഇത്രയുമധികം കടുക്കാൻ ആരാകും വിളിച്ചിട്ടുണ്ടാവുക? എടുത്തു ചോദിക്കാൻ എന്തോ തോന്നിയില്ല. അവനാണെങ്കിൽ പറഞ്ഞതുമില്ല. അവൾ ആ സീറ്റിലേക്ക് ചാരിക്കിടന്നു. മുന്നിലേക്ക് പോയ വണ്ടി പിന്നിലേക്ക് എടുക്കുന്ന കണ്ടവൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അവനെ നോക്കി. സ്ഥലം എത്തിയോന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ അല്ലടോ, കുറെ കൂടി പോകണം. പിന്നെന്താ ഇവിടെ? നമുക്ക് ഈ ക്ഷേത്രത്തിലൊന്ന് കേറിയിട്ട് പോകാം. ക്ഷേത്രത്തിലോ? ഇപ്പോഴോ? കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ അവൾ അവനെ ഒന്ന് തുറച്ചു നോക്കി. അതെ, ക്ഷേത്രം. എന്തേ, പോയിട്ടില്ലേ? അല്ല, ഈ നേരത്ത് അടച്ചിട്ടുണ്ടാവില്ലേ? ഏയ്, 11:30-ക്കല്ലേടോ അടയ്ക്കാറ്. 5 മിനിറ്റൂടെ ഉണ്ട്. ഇനിയിപ്പൊ അടച്ചാൽ നമുക്ക് പുറത്തുനിന്നൊന്ന് തൊഴാമടോ. താൻ വന്നേ. പറയുന്നതിനൊപ്പം തന്നെ ക്ഷേത്രപ്പറമ്പിലേക്ക് അവൻ വണ്ടി ഒതുക്കി കഴിഞ്ഞിരുന്നു. നോക്കിയിരിക്കാതെ വാ കൊച്ചേ. ശ്രീ നിർബന്ധിച്ച് മിത്തുവിനെ വണ്ടിയിൽ നിന്നും ഇറക്കി. കൂടുതൽ തർക്കത്തിൽ നിൽക്കാതെ അവളും ഇറങ്ങി. ശ്രീ അവൾക്കൊപ്പമാണ് നടക്കാൻ തുടങ്ങിയതെങ്കിലും അല്പം കഴിഞ്ഞു നോക്കുമ്പോൾ ആള് കൂടെയില്ല. എന്റെ കുഞ്ഞെ, ഇങ്ങനെ ഊറും പിഴയും പോലെ നടക്കാനാണെങ്കിൽ ശരിക്കും നടയെടുക്കും കേട്ടോ. നീ ഒന്ന് വേഗം വന്നേ ദേവാ. തനിക്ക് പിന്നെ പുറവിലായി നടന്നവളെ അവിടേക്ക് ചെന്ന് കയ്യും പിടിച്ച് മുന്നിലേക്ക് നടന്നിരുന്നു ശ്രീ. ഇടം കൈയിൽ തന്നെയും പിടിച്ച് വേഗത്തിൽ നടക്കുന്നവനൊപ്പം എത്താൻ സാരി ഉടുത്ത മിത്തുവിന് നല്ല പാട് തോന്നി. ശ്രീയുടെ പതുക്കെ സാരി താട്ടുന്നു. അവൻ പെട്ടെന്ന് നിന്നു. സോറി. അവൻ അവളുടെ കൈവിട്ട് മാറി. പെട്ടെന്ന് അവൻ കൈവിടുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതുകൊണ്ട് പേരറിയാത്തൊരു സങ്കടം അവളെ വന്നങ്ങ് പൊതിഞ്ഞു. മുഖം താനെ കുനിഞ്ഞു. കണ്ണുനീർ വിരുന്നുകാരനെ പോലെ പടിയിലെത്തി പുറം ലോകം കാണാനെന്ന പോലെ എത്തി നോക്കി. പ്ലീസ് ദേവ, കരയല്ലേ. ഞാൻ ക്ഷേത്രം അടുക്കും മുന്നേ കേറാലോന്ന് കരുതി സ്പീഡിൽ നടന്നതാണ്. സോറിഡോ, കരയല്ലേ താനതിന്. അവൻ അവളുടെ അരികിലെത്തി മുഖം പിടിച്ചുയർത്തി. മിത്തുവിന് അവനോട് പാവം തോന്നി. അവൾ അവനെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി. അത്രയും മതിയായിരുന്നു അവന്. ദേവി നടയ്ക്ക് മുന്നിൽ രണ്ടുപേരും കൈകൂപ്പി നിന്നു. ഒരാള് മറ്റൊരാളുടെ സന്തോഷം പ്രാർത്ഥിച്ചെങ്കിൽ ഒപ്പം നിൽക്കുന്നവൾ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും എന്നേക്കുമായൊരു മടക്കമാണ് ആഗ്രഹിച്ചത്. നെറുകയിൽ തൊട്ട ചന്ദനത്തിന്റെ കുളിർമ മനസ്സിലേക്കും കൂടി വ്യാപിച്ചു. ശ്രീ നിർബന്ധിച്ചാണ് ആൽമരച്ചോട്ടിൽ ഇരുത്തിയതെങ്കിലും ആ കാറ്റിന് പോലും തന്നെ അറിയാമെന്ന് തോന്നി. അത്രയും തരളമായിട്ടായിരുന്നു അതിന്റെ ഓരോ സ്പർശവും. തഴുകി പോകുന്നിടമെല്ലാം സന്തോഷം നിറയുന്നു. അവളുടെ മുഖം വിടർന്നു. ശ്രീ അവൾക്കൊപ്പം കയറിയിരുന്നു. ഫീലിംഗ് ഗുഡ് അല്ലേ? എങ്ങും നോക്കാതെ ഒരു ചോദ്യമെത്തി. ഇനി നീ ഇത് ആലോചിച്ചിരുന്നാൽ ആ ഉണ്ണിത്തല പൊട്ടിപ്പോകുമല്ലോ എന്ന് കരുതി ഇമ്മിണി ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി നിർത്തിയതാ ഞാനിവിടെ. അവൻ ചിരിച്ചതും അവളും ചിരിച്ചുപോയി. ദേവാ. പറഞ്ഞു സർ. വീണ്ടും സർ. ഇവളെ ഞാൻ. ശ്രീ പല്ലി ഞെറുമി. എന്റെ പൊന്ന് ദേവ, ഒന്നെങ്കിൽ നീ എന്നെ സാർ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ശ്രീയേട്ടാന്ന്. ഇതിങ്ങനെ രണ്ടും കൂടി പറ്റില്ല. പരിഭവം പറയും പോലെ തന്റെ വശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നതിനെ മിത്തു അത്ഭുതത്തോടെ നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ തവണ അവൾ ഉറക്കെ ചിരിച്ചുപോയി. ശരിക്കും കുഞ്ഞിയുടെ അച്ഛനാട്ടോ ശ്രീയേട്ടൻ. അവളും ഇതുപോലെയാ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അങ്ങനെ അങ്ങ് പറയും. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. മിത്തു വാ പൊത്തി പിന്നെയും ചിരിച്ചു. ചിരിച്ച് കാര്യം പറയുന്നവളെ കണ്ണിലേക്ക് ആവാഹിച്ച് ശ്രീ ഒന്ന് ശ്വാസമെടുത്തു വിട്ടു. ഇത്രയും നേരം ഇരുന്നതിൽ നിന്നും ഒരുപാട് ശാന്തമാണ് അവളിപ്പോൾ. കാറിലിരുന്ന് അവളുടെ മുഖം മാറുമ്പോഴൊക്കെയും ആ നിമിഷം അവളുടെ ചിന്തകളിൽ കൂടി പാഞ്ഞു പോകുന്ന ഓർമ്മകൾ എന്തൊക്കെയാകുമെന്ന് അവന് വ്യക്തമായിരുന്നു. കുറച്ചു നേരം കൂടി അവൾ അതേ അവസ്ഥയിലിരുന്നാൽ ആര്യന് മുന്നിലെത്തുമ്പോൾ പാവം തകർന്നു പോകുമെന്ന് തോന്നി. അതാണ് ക്ഷേത്രം കണ്ടപ്പോൾ നിർത്തിയത്. ഈ അന്തരീക്ഷം തരുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ആൽമരം. അവൻ ആ സിമന്റ് തറയിൽ വെറുതെ ഒന്ന് കൈയോടിച്ചു. ഞാൻ ശ്രീയേട്ടാന്ന് വിളിക്കുന്നതാണ് സാറിന് ഇഷ്ടം അല്ലേ? ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ മൂളി. താനിപ്പോ ആലോചിക്കുന്നത് എനിക്ക് ഊഹിക്കാം. ഇഷ്ടമുള്ളത് വിളിച്ചോ എന്ന് അധികാരം തന്നിട്ട് പെട്ടെന്നിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ശ്രീ അവളെ നോക്കിയൊന്ന് നിർത്തി. മിത്തുവും ബാക്കി കേൾക്കാൻ എന്ന പോലെ അവനിലേക്ക് മാത്രം ചെവി കൂർപ്പിച്ചു. വളച്ചുകെട്ടില്ലാതെ പറയാലോ ദേവ. നീ എന്നെ ശ്രീയേട്ടാന്ന് വിളിക്കുമ്പോ ഞാൻ നിന്റെ ആരൊക്കെയോ ആണെന്നൊരു തോന്നൽ വരും. അപ്പോ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആയി നിന്നോട് ഇടപെടാൻ സാധിക്കും. പക്ഷെ നിന്റെ ഈ സാറ് വിളി കേൾക്കുമ്പോ ഉണ്ടല്ലോ, പണ്ടത്തെ നമ്മുടെ ആ ക്ലാസ്സും നീ എന്റെ സ്റ്റുഡന്റും ആണെന്നൊക്കെ ഓർമ്മ വരുവടോ. അതങ്ങോട്ട് ശരിയാവില്ലടോ.
മിത്തു അവനെ നോക്കിയിരുന്നു. ഓരോ വാക്കും പറയുമ്പോൾ അവന്റെ മുഖവും ചുണ്ടുമൊക്കെ പോകുന്നത് കാണാൻ പ്രത്യേക രസമാ. കുഞ്ഞാറ്റയുടെ ഇത്തിരി കൂടി വലിയ രൂപം, കണ്ണിറുക്കിയും ചുണ്ടു പിളർത്തിയുമുള്ള കള്ളത്തരം മോളെക്കാളും അച്ഛനാണ് വശമെന്ന് തോന്നി. അപ്പൊ എങ്ങനാ, നമ്മൾ ഉറപ്പിച്ചു അല്ലേ? അല്ലേന്ന്. തന്റെ മുഖത്തിന്റെ നേരെ വിരൽ ഞൊടിച്ച് അവൾ ഞെട്ടി പിന്നിലേക്ക് മാറി. നീ ഇത് ഇരിക്കുന്ന ഇരിപ്പിൽ എവിടെയാ ദേവാ പോകുന്നേ? സ്വപ്നജീവി. കളിയാക്കും പോലെ അവൻ മുഖത്ത് നോക്കി വിളിച്ചതും അത് ഇഷ്ടപ്പെടാത്ത പോലെ അവൾ മുഖം വെട്ടിച്ചു. ഞാൻ സ്വപ്നജീവിയൊന്നും അല്ല. ഹൂവ, 2 മിനിറ്റ് കിട്ടിയാൽ അപ്പ പോകും സ്വപ്നലോകത്തേക്ക്. എന്നിട്ടാണ്. ശ്രീയേട്ടാ വേണ്ട. അവൻ ആ വിളിയിൽ മനസ്സ് തുറന്ന് ചിരിച്ചു. കണ്ണുകൾ വിടർത്തി അവളെ അതിലേക്ക് പ്രതിഷ്ഠിച്ചു. ഓ ശരി, ഞാൻ വിളിക്കുന്നില്ല. പിന്നെയും കുറച്ചു ദൂരം കൂടി അവരവിടെ അങ്ങനെ ഇരുന്നു. കുഞ്ഞാറ്റയുടെ കുസൃതികൾ ഓരോന്നും അവൻ എണ്ണുമ്പോഴും ചിരിയടക്കാൻ പാടുപെടുന്നവളെ ശ്രീ സ്നേഹത്തോടെ നോക്കി. മുഖത്തിലൂടെ പായുന്ന കണ്ണുകൾ സീമന്തരേഖയിൽ പടർന്നു കിടക്കുന്ന സിന്ദൂരത്തിലെത്തി നിന്നപ്പോൾ മനസ്സറിയാതെ രാവിലത്തെ സംഭവത്തിലേക്ക് അവൻ പോയി. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ശ്രദ്ധിക്കുന്നതാണ് അവൾ കുങ്കുമം തൊടുന്നത്. വളരെ ചെറുതായി ഒരു പൊട്ടു പോലെയാണ് തൊടുക. തനിക്കാണെങ്കിൽ അത് നെറുകയിൽ മുഴുവനും നിറഞ്ഞു കിടക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോഴല്ല, പണ്ടേ. കുഞ്ഞിലെ അമ്മയെ കണ്ട് വളർന്നുകൊണ്ടാകും അത് ആഗ്രഹം പോലെ മനസ്സിലിങ്ങനെ വളർന്നു കിടന്നു. സ്നേഹയ്ക്ക് പിന്നെ ഇതൊന്നും കാര്യമല്ലായിരുന്നു. അതുകൊണ്ടാകും അവളോട് എന്തോ പറയണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ദേവ, അവൾ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ പൊടിമൂടി കിടന്ന പല ആഗ്രഹങ്ങളും മനസ്സറിയാതെ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലെ ആദ്യത്തെയായിരുന്നു അവളെ ഇങ്ങനെയൊന്ന് തൊട്ടരികിൽ ഇരുത്തണമെന്നുള്ളത്. അതിന് ഇനിയും മനസ്സിലടക്കി നിർത്താൻ വയ്യെന്ന് തോന്നിയതുകൊണ്ടാണ് രാവിലെ അവൾ സിന്ദൂരം തൊടാൻ തുടങ്ങിയപ്പോൾ കയ്യിന്ന് വാങ്ങി ഇട്ടുകൊടുത്തത്. തന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിയെന്ന് ഉറപ്പായിരുന്നു. ഇഷ്ടമായില്ലെങ്കിൽ തുടച്ചു കളഞ്ഞോളൂ എന്ന് കണ്ണും തള്ളി നോക്കി നിൽക്കുന്നവളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ചമ്മലായിരുന്നു ഉള്ളിൽ നിറയെ. സാരി ഉടുത്തവൾ പുറത്തിറങ്ങാൻ ഇത്രയും ആകാംക്ഷ ഇതിനു മുന്നേ ഉണ്ടായിട്ടേയില്ല. ഉടുത്തൊരുങ്ങിയവൾ മുന്നിലേക്ക് വന്നപ്പോൾ കണ്ണുകൾ തേടിയത് അവളിലെ ആ സിന്ദൂര ചുവപ്പിനെയായിരുന്നു. താൻ ഇട്ടതുപോലെ തന്നെ അത് അവിടെ നിറഞ്ഞു കിടക്കുന്ന കണ്ടപ്പോൾ സത്യം പറയാലോ, ലോകം പിടിച്ചെടുക്കിയ സന്തോഷമായി. അത് തന്റെ മുഖത്തും പ്രതിഫലിച്ചതുകൊണ്ടാകും അവളിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ഒരുപക്ഷെ ആര്യന്റെ ആ വിളി പോലും ആ നേരം വന്നിരുന്നില്ലെങ്കിൽ ഇന്ന് തങ്ങൾക്ക് ഓർത്തുവെക്കാൻ മാത്രം സന്തോഷം തരുന്നൊരു ദിവസമായേനെ. ശ്രീയേട്ടാ, ശ്രീയേട്ടാ. ആ, എന്താ ദേവാ? ഫോൺ അടിക്കുന്ന കേട്ടില്ലേ? അടിച്ചോ? അവള് കണ്ണുകൊണ്ട് ഇടതുവശം കാണിച്ചു. നോക്കട്ടെ. അവൻ സൈഡിലിരുന്ന ഫോണിലേക്ക് നോക്കി. അമ്മയാണടോ. അവൻ സ്ക്രീൻ അവൾക്ക് നേരെ തിരിച്ചു. അവൾ ആ ഫോൺ വാങ്ങി സതിയമ്മയോട് കാര്യം പറഞ്ഞു തുടങ്ങി. അത് കണ്ടുകൊണ്ട് ശ്രീ അവിടെ നിന്നും എഴുന്നേറ്റു. അല്പം കഴിഞ്ഞതും മിത്തു ഫോൺ അവനായി നൽകി. ദേവാ, ചാവി ഇന്നാ. നീ കാറിലേക്കിരുന്നോ, ഞാൻ ഒരു ബോട്ടിൽ വെള്ളം കൂടി വാങ്ങിയിട്ട് വരാം. അത് കേട്ടതും തലയാട്ടിക്കൊണ്ട് അവൾ ചാവിയും വാങ്ങിപ്പോയി. ഇനി പറഞ്ഞു അമ്മ. ദേവ പോയി. കാറിലിരുന്ന സമയത്ത് അവൾ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ ആയമ്മ. താങ്ക്സ് ടു യു. അവള് ടെൻഷനാണെന്നറിഞ്ഞപ്പോ ഇവിടെ എവിടെയെങ്കിലും ഇച്ചിരി നേരം ഇരുന്നിട്ട് പോയാൽ മതി എന്ന് അമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും മാറ്റമൊന്നും അവളിൽ പ്രതീക്ഷിച്ചില്ല. ഇവിടെ നിന്നെ കഷ്ടി ഒരു 20 മിനിറ്റ് ഉണ്ടമ്മ. അഭിമുഖീകരിക്കാനുള്ള പേടിയൊന്നുമല്ലമ്മ. അങ്ങനെയാണെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകേണ്ടിരുന്നത് ഞങ്ങളുടെ കല്യാണത്തിനല്ലേ? എന്നിട്ട് അവൾ അന്ന് എന്ത് പക്വതയോടു കൂടി അവനോട് പെരുമാറിയത്? ഇത് എനിക്ക് തോന്നുന്നു എല്ലാം തീർന്നു എന്ന് ഉറപ്പിച്ച് ഇനി ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകില്ലെന്ന് പറഞ്ഞു പോയവൻ പിന്നെയും വിളിച്ച് കാണണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഭയപ്പാടാണെന്നാണ്. ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. ഇടയ്ക്കൊന്ന് പതറിയെന്നൊഴിച്ചാൽ അവളിപ്പോ ഓക്കെ അമ്മ. ഓ ശരി അമ്മ. ഇല്ലമ്മ. എന്റെ സതികൊച്ചെ, ഞാൻ അമ്മയുടെ മോളെ, കുഞ്ഞാറ്റയുടെ അമ്മ, പിന്നെ എന്റെ ഭാര്യയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചങ്ങ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചേക്കാമേ. മറുവശത്ത് ഉറക്കെ കേട്ട ചിരിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് വണ്ടിക്കടുത്തേക്ക് ചെന്നു. എങ്ങനെ പോകാം? അവള് തലയാട്ടി. ദേവാ, എന്തോ? നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ? ടെൻഷനല്ല ശ്രീയേട്ടാ, വേറെ എന്തോ ഒന്ന്. കൃത്യമായി പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. സതിയമ്മയോട് പറഞ്ഞോ എന്നെക്കുറിച്ച് ടെൻഷൻ വേണ്ടാന്ന്? അവള് കണ്ണടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നായിരുന്നു ചോദിച്ചത്. അത്ഭുതമൊന്നും തോന്നിയില്ല. അവളും അമ്മയും തമ്മിൽ വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഒരാൾക്ക് മറ്റൊരാളുടെ ഹൃദയമിടിപ്പ് പോലും അറിയാമെന്ന് പലപ്പോഴും തോന്നിപ്പോകും തരത്തിൽ. അതേസമയം അപ്പേട്ടൻ കാരണമാണ് തനിക്ക് തന്റെ അമ്മയും അച്ഛനെയും കുടുംബത്തെയും നഷ്ടമായതെന്ന് അച്ഛൻ പറഞ്ഞറിഞ്ഞ ദിവസങ്ങളിലെ ഓർമ്മയിലായിരുന്നു അവൾ. അപ്പൊ കാണാട്ടോ. എല്ലാവരും നിറയെ 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 ഇഷ്ടം. അടുത്ത ഭാഗവുമായി വേഗം വന്നേക്കാം. നന്ദി.